ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീവോഫ് ഇറാറ്റോസനിസ് പറഞ്ഞു, പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ പറഞ്ഞില്ലേ? എന്താ പ്രൈം ഫാക്ടറൈസേഷൻ? എന്ന് പറഞ്ഞാല് എന്താ? ഷെഫിക്ക് നല്ല ക്ഷീണാണല്ലോ. ഷെഫി പറഞ്ഞ പ്രൈം ഫാക്ടറൈസേഷൻ എന്താന്ന്? അറിയുന്നതുപോലെ പറഞ്ഞോ. എന്താ പറയാ? പ്രൈം ഫാക്ടറൈസേഷൻ. Okay, the process of expressing the factors of a number in prime numbers as a product of prime numbers is called prime factorization. അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പ്രോസസ് ആണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എല്ലാം ഫാക്ടേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നു. പ്രൈം ഫാക്ടർ മെത്തേഡ് പറഞ്ഞല്ലേ? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ 5 കൊണ്ട്, പിന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രൈം ഫാക്ടർ മെത്തേഡ് പറഞ്ഞല്ലേ? അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിന് മുന്നേ എക്സസൈസ് 4.4 കണ്ടായിരുന്നോ? എക്സസൈസ് 4.4 അതിലൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ ഇതുവരെ. ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഫൈൻഡ് ഓൾ ദി കോമ്പോസിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് 5 and 30, 40 and 60, 60 and 80, 50 and 70. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 100 വരെയുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ കിട്ടും. ഏത്? സീവോഫ് ഇറാറ്റോസ്റ്റനീസ് നോക്കിയാൽ കിട്ടുമല്ലോ. ഏതൊക്കെയാ ഇതിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഈ ടേബിളിനകത്ത്? ഈ ബോക്സിനകത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ 1 to 100 നമ്പേഴ്സിനിടയ്ക്ക് വരുന്ന കോമ്പോസിറ്റ് നമ്പേഴ്സ് എല്ലാം അതിനകത്ത് നോക്കിയാൽ കിട്ടും. അത് മാത്രം എഴുതിയാൽ മതി, ബാക്കി കണ്ടുപിടിക്കണം എന്നില്ല. ഏതൊക്കെ എഴുതേണ്ടതെന്ന് അറിയോ ഹോംവർക്ക് ആയിട്ട്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 30 ടിക്കറ്റ് വെച്ചോ. 5 and 30, 30 and 60, sorry 40 and 60, 60 and 80, 50 and 70, last 66 and 72. ആ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. പിന്നെ find all the prime numbers between 1 and 50, 50 and 80, 70 and 100. നാലാമത്തെ 5ാമത്തെ ഒഴികെ ബാക്കിയെല്ലാം എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ ദി പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ ഉണ്ടോ? രണ്ടാമത്തെ അതില് 4ാമത്തെ 5ാമത്തെ ഒഴികെ ബാക്കി എഴുതിയാൽ മതി. മനസ്സിലായല്ലോ ഹോംവർക്ക്? പേജ് നമ്പർ 114. Find the prime factorization. ഒന്നുകൂടി പറയണോ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ? ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ആരായിരുന്നു ചോദിച്ചേ? ഓക്കെ, ആൻഡ്രൂസ്. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സസൈസ് 4.4 പേജ് നമ്പർ 113. ഫസ്റ്റ് എ ക്വസ്റ്റ്യനില് find all the composite numbers between 5 and 30,
40 and 60, 60 and 80, 50 and 70, 66 and 72. Then B question, find all the prime numbers between 1 and 50, 40 and 65, 50 and 80, 60 and 90, 70 and 100, 30 and 50. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ടേബിളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏത് സീവ ഓഫ് ഇറാത്തോസ്തെനീസ് എന്ന് പറയുന്ന ഒരു ടേബിൾ അല്ലേ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തേ. ആ ടേബിൾ നോക്കിയാൽ തന്നെ ഇതിന്റെ എല്ലാം ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ. അതിൽ 2-3 ഞാനിപ്പോ ചെയ്തു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് ഓക്കെ ചെയ്യാം, കുഴപ്പമില്ല. നോട്ട്ബുക്ക് എടുത്തോ എല്ലാരും? ഒരു 2-3 എണ്ണം ഞാനിപ്പോ ചെയ്തു തരാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ 15. 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താല് പ്രൈം ഫാക്ടർ മെത്തേഡിൽ ചെയ്യുമ്പോ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 15നെ? No, it is an odd number, so it cannot be divided by 2. പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാ? 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5 എന്ന് കിട്ടും. ഇവിടെ 3ഉം പ്രൈം നമ്പർ ആണ്, 5ഉം പ്രൈം നമ്പർ ആണ് അല്ലേ? അപ്പൊ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 5 എന്ന് എഴുതാം. 3 into 5 എന്ന് എഴുതാം. സെക്കൻഡ് വൺ 68. 68 പറയുന്ന നമ്പറിനെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 68നെ? പറ്റുമോ? 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 68 ഇവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? 68 is an even number. 68 even number അല്ലേ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. വൺസിന്റെ പ്ലേസിൽ 8 വരുന്നത് കൊണ്ട് we can divide by 2. 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 34 കിട്ടും. 34 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ് അല്ലേ? വൺസിന്റെ പ്ലേസിൽ 4 അല്ലേ വരുന്നത്. So it also can be divided by 2. 34 by 2 is equal to 17. You know 17 is an odd number. 17 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലേ? നമ്മൾ ആ സീവ ഓഫ് ഇറാത്തോസ്തെനീസിന്റെ ടേബിൾ നോക്കിയേ. 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലേ? അല്ലേ? ആ ടേബിളിൽ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ 17. അപ്പൊ 17നെ നമ്മൾ അഗൈൻ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 68നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 17. 2 into 17. Next one 24. 24നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. It is an even number, so it can be divided by 2. 24 divided by 2 is equal to 12. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. 12 എന്ന് പറയുന്നതും ഈവൻ നമ്പർ ആണ്, so it also can be divided by 2. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. 6ഉം ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 3 എന്ന് കിട്ടും. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അഗൈൻ 3യെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3.
2 into 2 into 2 into 3 is 24. മനസ്സിലായോ? നെക്സ്റ്റ് 72 കൂടി മിസ് ചെയ്തു തരാം. 72 എന്ന് പറയുന്നത് ഇവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36 എന്ന് കിട്ടും. 36 എന്ന് പറയുന്നതും ഇവൺ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 എന്ന് കിട്ടും. 18 എന്ന് പറയുന്നതും ഇവൺ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 എന്ന് കിട്ടും. 9 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല because 9 is an odd number. So next division is by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ഡിജിറ്റ് 3 ആയതുകൊണ്ട് 3 is a prime number. അതുകൊണ്ട് എന്താ പിന്നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 72 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എഴുതാം? 2 into 2 into 2 into 3 into 3. ഓക്കെ, ബാക്കിയുള്ള 4 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ. ഇതേപോലെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ. ചെയ്തു തരണോ? ചെയ്തു തരണോ? നോക്കട്ടെ ആർക്കൊക്കെ ചെയ്തു തരണം, ആർക്കൊക്കെ ചെയ്തു തരണം. ആരൊക്കെ എസ് പറയുന്നേ? ചെയ്തു തരണം എന്ന് പറഞ്ഞവർ കൈവന്നിച്ചേ. പകുതി മനസ്സോടെ നോയൊന്നും കാണിക്കണ്ട. എസ് വേണമെങ്കിൽ എസ് തന്നെ കാണിച്ചു. ബാക്കി 4 എണ്ണം ചെയ്തു തരണം എന്ന് പറയുന്നവരെന്താ കൈവന്നിച്ചേ? ശ്രീദേവിനും ചെയ്യണോ? ചെയ്യണ്ടേ? ചെയ്യണം. പൊന്നിച്ചോ പൊന്നിച്ചോ പൊന്നിച്ചോ. ഓക്കെ, ശ്രീദേവ്, ആഗ്നസ്, ഷെഫി, ആരോൺ, കൃപ, ഷംവിൽ. അല്ല, ചെയ്യണോ വേണ്ടോ? നോ. ദേവാഞ്ജലിക്ക് ഒന്നും വേണ്ടേ? ചെയ്യണോ വേണ്ടോ? നോ. എന്നാലും ഭൂരിഭാഗം ചെയ്യണമെന്നാ. ഒരു കാര്യം ചെയ്യാം, 36 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് മിസ് ചെയ്തു തരാം. ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്ക്, ഹോംവർക്ക് ആയിട്ടല്ല. 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ ഈ 4 എണ്ണം ചെയ്ത മെത്തേഡിലൊന്ന് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് മിസ് അത് ചെയ്തു തരാം. അതിന്റെ ആൻസർ ശരിയാണോ എന്ന് നോക്കിയാൽ മതി. മിസ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പോലെ തന്നെയാണോ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എത്രയായിരുന്നു? 36. ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പൊ എങ്ങനെ കിട്ടും? 2 into 2 into 3 into 3 ആണോ? ആർക്കൊക്കെ കിട്ടി നോക്കട്ടെ. ശരിയാവരെന്ന് കൈബന്ധിച്ചേ. ഓക്കെ, അപ്പൊ ചെയ്യാൻ അറിയാം അല്ലേ? എന്താ ഷെഫി തെറ്റിപ്പോയോ? സാരമില്ല, ചെയ്യാൻ അറിയാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ള 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഏതൊക്കെ? 90, 56, 112. അത് 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Are the following sets of numbers co-primes? Check and write yes or no. തന്നിരിക്കുന്ന നമ്പേഴ്സ് co-primes ആണെങ്കിൽ yes എന്ന് എഴുതാം. co-primes അല്ലെങ്കിൽ no എന്ന് എഴുതാം. എന്താ co-primes എന്ന് പറഞ്ഞാല്? co-primes എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മുന്നേ പഠിച്ചതാ. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാല് കുറച്ച് മുന്നേ, തൊട്ട് മുന്നേ. എന്താ co-primes?
ദേവാൻഷനെ പറഞ്ഞുതരോ കോപ്രൈംസ് എന്താന്ന്? എളുപ്പമാണല്ലോ കോപ്രൈംസ് പഠിക്കാൻ. എന്താ അറിയില്ലാന്നോ? അടി വെച്ചേരും ഞാൻ. അല്ല, അറിയോ കോപ്രൈംസ് എന്താ? കോപ്രൈംസ് എന്ന് പറയുമ്പോ പ്രൈം എന്ന് പറയുമ്പോ ഒന്നി കുറവ്, കോപ്രൈംസ് എന്ന് പറയുമ്പോ ഒന്നി കൂടുതല്. ഒന്നിൽ കൂടുതലോ? എന്തൊന്നിൽ കുറവും ഒന്നിൽ കൂടുതലും? ഒന്നിൽ കുറവോ? ഒന്നിൽ കുറവുള്ള നമ്പർ ഏതാ? 0 അല്ലേ? അല്ല, 2 കുറവ്. ആ, 2 കുറവ്. എന്ത് 2 കുറവ്? അതറിയില്ല. ഓക്കെ, ഷെഫി ഇന്ന് ഫുള്ള് മൂഡ് ഓഫ് ആണല്ലോ, എന്ത് പറ്റി? എന്താ കോപ്രൈംസ്? അറിയോ കോപ്രൈംസ് എന്താന്ന്? നോ. ശ്രീദേവിന് അറിയോ കോപ്രൈംസ് എന്താന്ന്? നോ. കൃപ? നോ. ആരോൺ? നോ. ഷംവിൽ? ആഗ്നസ്? അറിയോ ആഗ്നസ്? നോ. എബിൻ? എബിനും അറിയില്ല. ഒരു മിനിറ്റ്. സൂര്യദേവ്? യെസ്. എന്നാ സൂര്യദേവ് പറഞ്ഞു. അല്ലയുടെ ചാൻസ് കഴിഞ്ഞു കേട്ടോ. ഒരു തവണ ചാൻസ് ഉള്ളൂ പറയാൻ. എന്താ സൂര്യദേവ് പറഞ്ഞു? മോനെ ഇവിടെ റേഞ്ച് കുറവാണോ? നോ. Number which common fact other one are called co-prime number. Okay. And then numbers which have no common factors other than 1 are called co-prime numbers. Okay, അല്ല ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പെട്ടെന്ന് പറഞ്ഞു പറയുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോ ഒന്നും വേറൊരു നമ്പറും ഒന്നും അതേ നമ്പർ മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോ ഒന്നിൽ കൂടുതൽ നമ്പർ. ഇനി കോപ്രൈംസ് പറഞ്ഞാൽ എന്താ? കോപ്രൈംസ് അതിപ്പോ സൂര്യദേവ് വായിച്ചിട്ടുണ്ട് ആ സെന്റൻസ് എന്താന്ന്. എന്താ ക്രിസ്റ്റിക്ക് അറിയോ? സെറ അറിയോ? കഷ്ടമുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യം. എത്ര കഷ്ടപ്പെട്ട് പറഞ്ഞത്. എന്താ ശ്രീദേവ് കോപ്രൈംസ് എന്താ? അറിയില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം, ഇനി മറന്നു പോവരുത് ആരും. ഓക്കെ, പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാല് ഒന്നും അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ദെൻ കോപ്രൈംസ് എന്ന് പറഞ്ഞാല് രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ വരാൻ പാടുള്ളൂ. രണ്ട് പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോ കോമൺ ഫാക്ടർ ആയിട്ട് രണ്ടിലും കൂടി വരുന്ന ഫാക്ടേഴ്സ് 1 മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് കോപ്രൈംസ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ പ്രൈം നമ്പേഴ്സ് എല്ലാം കോപ്രൈംസ് ആയിരിക്കും. കാരണം അതിന് 1ഉം അതും ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. 2ഉം 9ഉം എടുത്തു കഴിഞ്ഞാൽ
2 and 9. 2ന്റെ factors 1ഉം 2ഉം മാത്രമാണ്. 9ന്റെ factors 1ഉം 3ഉം 9ഉം. അല്ലേ? ഇതിൽ രണ്ടിലും കൂടിയിട്ട് വരുന്നത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? ഫാക്ടർ ഏതാ? 1 മാത്രമല്ലേ? അല്ലേ? അപ്പൊ 2നെ 9നെ നമുക്ക് കോ പ്രൈംസ് എന്ന് പറയാം. അതേപോലെ ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നതില് ആർ ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് കോ പ്രൈംസ്. കുറച്ച് നമ്പേഴ്സിന്റെ സെറ്റ്സ് തന്നിട്ടുണ്ട്. ആ സെറ്റ്സ് കോ പ്രൈംസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഫസ്റ്റ് വൺ 13, 14. എഴുതിയിട്ട് തന്നെ പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. 13ഉം 14ഉം. 13ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 13ഉം അല്ലെ? 14ന്റെ ഫാക്ടേഴ്സ് 1, 2, 7, 14. 1, 2, 7, 14. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1 മാത്രമാണ് അല്ലേ? അല്ലേ? രണ്ടിലും വരുന്നത് 1 മാത്രല്ലേ? അപ്പൊ 13ഉം 14ഉം കോപ്രാംസ് അല്ലേ? അവിടെ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് വൺ 7, 8, 9. 7ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 and 7. 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 8. 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9. മൂന്നെണ്ണത്തിന്റെ ഫാക്ടേഴ്സ് എഴുതി. ഈ മൂന്നെണ്ണത്തിന്റെ ഫാക്ടേഴ്സ് എഴുതിയാല് മൂന്നിലും വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? മൂന്നിലും വരുന്ന നമ്പേഴ്സ് 1 വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും നമ്പർ മൂന്നിലും വരുന്നുണ്ടോ? 7 വരുന്നുണ്ടോ? ഇല്ല. 2 വരുന്നുണ്ടോ? ഇല്ല. 4 ഇല്ല, 3 ഇല്ല, 8 ഇല്ല, 9ഉം ഇല്ല. അപ്പൊ എന്താ പറയാം? 7, 8, 9 ആർ കോപ്രാംസ്. 7ഉം 8ഉം 9ഉം കോപ്രാംസ്. അവിടെ യെസ് എന്ന് എഴുതാം. നെക്സ്റ്റ് 24, 25, 27. 24ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 6, 8, 12, 24. 25ന്റെ ഫാക്ടേഴ്സ് 1, 5, 25. 27ന്റെ ഫാക്ടേഴ്സ് 1, 3, 9, 27. അപ്പൊ ഇതില് മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് 1 വരുന്നുണ്ട് അല്ലെ? 1 മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. 1, 1, 1. 2 എന്ന് പറയുന്നത് ഏതിലും വരുന്നില്ല. ബട്ട് 3 എന്ന് പറയുന്ന നമ്പർ 27ന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 എന്ന് പറയുന്നത് രണ്ടിലും വരുന്നില്ലേ? അപ്പൊ ഇത് മൂന്നെണ്ണം കോപ്രൈംസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 1 മാത്രമല്ലല്ലോ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്, 3യും വരുന്നില്ലേ രണ്ടെണ്ണത്തില്? അല്ലെ? Thus these numbers are not coprimes. 24ഉം 25ഉം 27ഉം coprimes അല്ല. അവിടെ നോ എന്ന് എഴുതാം. നെക്സ്റ്റ് 24, 36, 46. ഏതൊക്കെയാ അതിന്റെ ഫാക്ടേഴ്സ് വരുന്നത്? 24ന്റെ 1, 2, 3, 4, 6, 8, 12, 24.
4. 36 ന്റെ 1, 2, 3, 4, 9, 12, 18, 36. 46 ന്റെ 1, 2, 24, 3 വരുമോ? ഇല്ല. 1, 2, 24, 6 വരില്ല. 46. അപ്പൊ ഇതിലെല്ലാം 1ഉം 2ഉം കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? 24 രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്, 3 രണ്ടെണ്ണത്തിന് വരുന്നുണ്ട്, 4 രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ നമുക്ക്? These numbers are not co-primes. These numbers are not co-primes. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം യെസും മൂന്നാമത്തെ നാലാമത്തെ നോയും. ഓക്കെ, അപ്പൊ ആ വർക്കെല്ലാം കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും എടുക്കാം. ഓക്കെ, ഇപ്പൊ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയില്ലേ? ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.